ദയാവധത്തിന് അപേക്ഷ നൽകി കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ. മാപ്രാണം സ്വദേശി ജോഷിയാണ് ഹൈക്കോടതിക്കും സർക്കാരിനും ദയാവധത്തിന് അപേക്ഷ നൽകിയത്. 84 ലക്ഷം രൂപയുടെ നിക്ഷേപമാണ് കരുവന്നൂരിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിക്കും സർക്കാരിനും ജോഷി എന്ന വ്യക്തി ദയാവധത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. മറ്റൊരു സമരമാർഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു അപേക്ഷ കേരളത്തിലാകെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. തീർച്ചയായും രോഹിണി, ഇത്തരത്തിൽ നിക്ഷേപകരായിട്ടുള്ള ഒരുപാട് പേർ ഈ കരുവന്നൂർ ബാങ്കിനെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ CPM-ന്റെ ഒക്കെ നേതാക്കൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പിൽ ഇങ്ങനെ ഇരയായിട്ടുള്ള നിരവധി പേരാണ് ഇപ്പോൾ പലതരത്തിൽ സമരമുറകളുമായി മുന്നോട്ട് വന്നത്. എന്നാൽ ഇത് കൃത്യമായും ദയാവധത്തിന് അനുമതി തേടിക്കൊണ്ടാണ് മാപ്രാണം സ്വദേശിയായിട്ടുള്ള ജോഷി ഹൈക്കോടതിക്കും അതുപോലെ തന്നെ സർക്കാരിനും കത്തയച്ചിട്ടുള്ളത്. 84 ലക്ഷം രൂപയാണ് ജോഷിക്ക് കണക്കുപ്രകാരം കരുവന്നൂർ ബാങ്കിൽ നിന്നും ലഭിക്കാനുള്ളത്. പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണമെന്നാണ് ഇപ്പോൾ ജോഷി ആവശ്യപ്പെടുന്നത്. ഇതിൽ തന്നെ CPM നേതാക്കളുടെ നേതൃത്വത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും ജോഷി വ്യക്തമാക്കുന്നുണ്ട്. ബാങ്കിന്റെ കണക്കുപ്രകാരം 72 ലക്ഷം രൂപയാണ് ഇപ്പോൾ ജോഷിക്ക് ലഭിക്കാനുള്ളതെന്നാണ്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് കരുവന്നൂർ ബാങ്കിലെ ഇത്രയധികം കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ പ്രതികരണവുമായി മുന്നോട്ട് വന്ന ആൾ കൂടിയാണ് ജോഷി നേരത്തെ തന്നെ പല സമരങ്ങളും ചെയ്തിരുന്നു. തന്റെ നിക്ഷേപം തിരിച്ചു കിട്ടണമെന്ന ആവശ്യമായി അദ്ദേഹം പദയാത്ര സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടെ 2 തവണ ട്യൂമർ ഉൾപ്പെടെ 21 ശസ്ത്രക്രിയകളടക്കമുള്ള ദീർഘമായ ചികിത്സകൾ അനുഭവിച്ചിട്ടുള്ള ആളാണ് ജോഷി. 7.5 വർഷം ഊന്നുവടികളിലായിരിക്കുമ്പോൾ തുടങ്ങി രാപ്പകൽ അധ്വാനിച്ചിട്ടുള്ള തന്റെ സ്വത്ത് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ബാങ്കിനെ ആശ്രയിച്ചായിരുന്നു നിക്ഷേപമായി ഇട്ടത്. എന്നാൽ അതൊന്നും തന്നെ തിരികെ കിട്ടാത്ത ഒരു സാഹചര്യമാണുള്ളത് എന്നാണ്. ഇതിന് പ്രകാരം വരുന്ന ഈ ഒരു 30-ാം തീയതി തൻ ജീവിതം അവസാനിപ്പിക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ദയാവധത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. എന്തായാലും കരുവന്നൂർ കേസ് ED അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിരവധി CPM നേതാക്കളിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുമ്പോൾ ഇത്തരത്തിൽ നിക്ഷേപകരായിട്ടുള്ളവർ കൂടുതലും ഇങ്ങനെ സമരമുറയും അതുപോലെ തന്നെ തന്റെ ജീവിതം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനങ്ങളും എടുക്കുകയാണ്. വളരെ വലിയൊരു ചതി തന്നെയാണ് ഈ നിക്ഷേപകരോട് ഇത്തരത്തിൽ ഈ അധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും CPM-ന്റെ നേതാക്കൾ അടക്കം കാണിച്ചിട്ടുള്ളത്. കാരണം അവർക്കൊക്കെ തന്നെ നിക്ഷേപം തിരിച്ചു നൽകുന്നുണ്ട് എന്നുള്ള വാർത്ത പ്രചരിച്ചിരുന്നു. കൃത്യമായും എല്ലാ നിക്ഷേപകർക്കും തിരികെ പണം എത്തുമെന്നുള്ള വാർത്തയൊക്കെ തന്നെ നേരത്തെ പലതരത്തിൽ, അതായത് ഈ ബാങ്കിന്റെ ഭരണസമിതി തന്നെ വിളിച്ചു വരുത്തി എല്ലാവരോടും പറഞ്ഞിരുന്നു. എന്നാൽ കൃത്യമായും ആ ഒരു പണം ഇവർക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. അതായത് വലിയ തുക നിക്ഷേപമായി നൽകിയിട്ടുള്ളവർക്ക് കൃത്യമായും പണം തിരികെ ലഭിച്ചിട്ടില്ല. ആ ഒരു നിക്ഷേപം അവർക്ക് അക്കൗണ്ടുകളിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ജോഷി ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ ശാരീരികമായ അസ്വസ്ഥത മൂലം, അതായത് ഇത്രയധികം ശസ്ത്രക്രിയകൾ ചെയ്യാത്ത ഒരാൾക്ക് തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നിട്ടുള്ള ഒരു സങ്കടകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ വ്യക്തമായും പറയുന്നുണ്ട് തന്റെ ജീവിതവും തന്റെ സ്വത്തും എല്ലാം ഈ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയവർ ചേർന്ന് നശിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലോട്ട് പോകുന്നതെന്നും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ഇത്തരത്തിൽ തകർത്തു കളഞ്ഞുവെന്നും ഈ ദയാവധത്തിന് നൽകിയ അപേക്ഷയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ തന്നെ തന്റെ മുഴുവൻ സമ്പാദ്യവും ഒറ്റയടിക്ക് കവർന്നവരാണ് ഇവർ. ഇതുപോലെ ഒട്ടനവധി മനുഷ്യരാണ് ഇത്തരം സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചത്. അതെ, മനോജ് തുടരുക. ഇപ്പോൾ ബാങ്കിനെതിരെ ആദ്യഘട്ടങ്ങളിൽ പരാതി കൊടുത്ത ഒരു വ്യക്തി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ്, ദൈന്യതയുടെ അങ്ങേയറ്റത്തെ മുഖമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ദയാവധത്തിന് അപേക്ഷ നൽകിക്കൊണ്ട്, ഒരു പ്രതീകാത്മക ദയാവധത്തിന് അപേക്ഷ നൽകിക്കൊണ്ട് ജോഷിയുടെ നീക്കം. നമുക്കറിയാം, ജോഷിയെ പോലെ ധാരാളം പേരുണ്ട് നരകയാതന അനുഭവിക്കുന്നവർ. ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യം കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച് പറ്റിക്കപ്പെട്ട് ചതിക്കപ്പെട്ടൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ അധികൃതരുടെ ഭാഗത്തുനിന്നും പറയുന്നത് ആദ്യഘട്ട ഗഡുവൊക്കെ പലർക്കും നിക്ഷേപകർക്ക് നൽകുന്നുണ്ട്, അതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നു എന്നാണ്. പക്ഷേ സത്യാവസ്ഥ ഇപ്പോഴും എങ്ങനെയാണ് ശ്രീ സുരേഷ്?
നമസ്കാരം മാഡം. ഇത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് പറഞ്ഞിരിക്കുന്നത്. ജോഷിന്റെ സുഹൃത്താണ്. ഇതിനകം തന്നെ 10 പേര് ബാങ്കിൽ നിന്ന് സ്വന്തം ജീവൻ അധ്വാനിച്ച പണം ബാങ്കിൽ ഇട്ടുകൊണ്ട് തന്നെ ജീവൻ നിലനിർത്താൻ വേണ്ടി കെഞ്ചിപ്പ പോലും കൊടുക്കാണ്ട് 10 പേര് ചികിത്സ കിട്ടാതെ മരിച്ചിട്ടുണ്ട്. പിന്നെ 2 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ജോഷി എന്ന് ഉറച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ശക്തമായ അനുഭവം. അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ CPM കൊള്ള നടത്തി തന്നെ ചതിച്ച് തന്നെ ദ്രോഹിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയപ്പോ ദയാവധം ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും സർക്കാർ അധികാരികളൊക്കെ സമീപിച്ചിരിക്കുന്നുണ്ട്. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണുള്ളത്. അത് ഭരണകൂടം ഇപ്പോഴും അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ പാവപ്പെട്ടവരോട് കാണിക്കുന്ന സർക്കാരിന്റെ ഉത്തരമായ നഷ്ടം. അതുമാത്രമല്ല ശ്രീ സുരേഷ്, ഇത്തരത്തിൽ ദൈന്യത നിറഞ്ഞ പല മുഖങ്ങളുമുണ്ട് കരുവന്നൂർ ബാങ്കിൽ പറ്റിക്കപ്പെട്ടത്. പക്ഷേ അവിടെയൊന്നും ഇതിന് ഉത്തരവാദികളായവർ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. നമുക്കറിയാം രാഷ്ട്രീയ നേതൃത്വമൊക്കെ എത്രത്തോളം ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അവരൊക്കെ അവരുടെ മക്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കുന്നതൊക്കെ നമ്മൾ ഈ സമകാലിക രാഷ്ട്രീയത്തിൽ കണ്ടതാണ്. മാഡം, ഇതിലിപ്പോ പലരും ഇവര് ഇപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബാങ്കിൽ വരുന്ന പണം ഇപ്പോഴും പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ അവർക്ക് സിൽബന്ധികളെ നിൽക്കുന്ന ഇത്തരത്തിൽ ചില ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്നതിന്റെ ഒരു 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 പരിണിത ഫലം കൂടിയാണ് ഇപ്പൊ ജോഷിയുടെ ഈ ദയാവധത്തിന്റെ അപേക്ഷ. ബാങ്കിൽ പൈസ വരുന്നുണ്ട്, അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെ പരിശോധിക്കുന്നതാണ്. അതെ, വളരെ നന്ദി ശ്രീ സുരേഷ് പ്രതികരിച്ചതിന്. ഇപ്പോൾ ജോഷി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോഷി, ദയാവധത്തിന് താങ്കൾ അപേക്ഷ നൽകിയിരിക്കുകയാണ് ഹൈക്കോടതിക്കും സർക്കാരിനും മുൻപാകെ. താങ്കളുടെ മനോനില ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങേയറ്റം ദൈന്യത നിറഞ്ഞൊരു സാഹചര്യത്തിൽ കൂടെയാണ് താങ്കൾ പോകുന്നത്. അതിൻ്റെ ഒരു പ്രതീകാത്മകമെന്നോണമാണ് താങ്കൾ അത്തരം ഒരു അപേക്ഷ നൽകിക്കൊണ്ട് താങ്കളുടെ ജീവിതത്തിൻ്റെ ദൈന്യത വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് തരണം ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്? 84 ലക്ഷത്തിൻ്റെ നിക്ഷേപമാണല്ലോ. ഒരു ചില്ലിക്കാശ് പോലും അവർ ഇതുവരെ തിരികെ തരാനോ അല്ലെങ്കിൽ തരാമെന്നുള്ളൊരു ഉറപ്പോ ഇതുവരെ നൽകിയിട്ടില്ല അല്ലേ? അങ്ങനെയല്ല ഉണ്ടായത്. ബാങ്കിൽ നിന്ന് നമ്മളിപ്പോ ശരിക്ക് 2.5 വർഷം മുൻപാണ് നിക്ഷേപം പലിശയും അവര് പറഞ്ഞ പലിശ അടക്കം തിരികെ തരാനായിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ഇവിടുത്തെ നേതാവ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഹൈക്കോർട്ട് കേസ് പോയി ഇവർ പരിഗണിക്കാതായപ്പോൾ. അപ്പൊ ഹൈക്കോർട്ട് സർക്കാരിനോട് ആരാഞ്ഞു എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോ സർക്കാർ എല്ലാവർക്കും 10% കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും 10% കൊടുത്തതിന്റെ ഭാഗമായിട്ട് നമുക്കും 10% കിട്ടി. തിരികെ പിന്നെ എനിക്ക് ട്യൂമറും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. അപ്പം അവരെനിക്ക് ആശുപത്രി കൊണ്ടുവന്നൊരു 12 ലക്ഷം രൂപ തന്നു. അത് പത്രവാർത്തയായതിനു ശേഷം. അപ്പൊ അത് ഒരാളിന്റെ നിങ്ങൾ പറയാത്തൊരു കാര്യമുണ്ട് എന്ന് വെച്ചാല്, ശരിക്ക് നമ്മളുടെ അസുഖവും വിവരങ്ങളൊക്കെ നമ്മുടെ പ്രൈവസിയാണ്. അത് പരസ്യപ്പെടുമ്പോഴുണ്ടാവുന്ന മാനസികമായിട്ടുള്ള ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അത് അനുഭവിക്കുമ്പോൾ അത് അറിയുള്ളൂ. അപ്പൊ അതുണ്ടാക്കുന്ന ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ നമ്മളുടെ ആ മനോനില മുഴുവൻ തകരാറിലാവുന്നത് അവിടെയാണ്. നമ്മളുടെ എനർജി പോവും, നമ്മൾ വിഷമത്തിലാവും. കുടുംബം, കുട്ടികളും നമ്മുടെ ബന്ധുക്കളും മുഴുവൻ ഇത് വിളിച്ചു വെച്ചുകൊണ്ടിരിക്കും. എന്താണ്, എന്നാ മരിക്കാൻ പോണേ, എത്ര കാലമുണ്ട്? ആ ഒരു ചോദ്യത്തിന് നമ്മൾ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വരെ. അത് ഇത്രയായിട്ടും ഇതുവരെയും നമ്മളുടെ നിക്ഷേപങ്ങൾ തിരികെ തരാതിരിക്കുക. അപ്പൊ അത് ആരുടെയൊക്കെയോ പ്രഷർ മൂലവും അല്ലെങ്കിൽ പിടിവാശി മൂലവും ഒക്കെ കൂടിയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഭരിക്കുന്ന സർക്കാർ ഇതൊക്കെ അറിയേണ്ടതുണ്ട്, അറിഞ്ഞു പെരുമാറേണ്ടതുണ്ട്. അപ്പൊ അത് ഇതുവരെ ഉണ്ടാവാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിർന്നിട്ടുള്ളത്. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതെ, അതൊരിക്കലും തെറ്റല്ലല്ലോ. കാരണം താങ്കളുടെ ഇത്രയും നാളത്തെ സമ്പാദ്യം തന്നെയല്ലേ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉറപ്പ് അവരിൽ നിന്ന് ലഭിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, എന്തായാലും നമ്മളുടെ ഇപ്പൊ ഇരിക്കുന്ന PM-ഉം CM ഒക്കെ ഇത്തിരി സ്പീഡ് കൂടിയ ആൾക്കാരാണ്. പഴയ ആൾക്കാരുടെ പോലെയല്ല. അവർക്ക് ക്രിയേറ്റിവിറ്റി കൂടുതലാണ്, ഫങ്ഷനിങ്ങിന്റെ സ്പീഡും കൂടുതലാണ്. അപ്പോ അവർ ചെയ്യുകയാണെങ്കിൽ നന്നായി, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്റെ വഴി, അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. ഈ അധികാരം അതിനല്ലേ നമ്മൾ ഏൽപ്പിക്കുന്നത്. നമ്മൾ 5 വർഷത്തേക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അധികാരം ഏൽപ്പിക്കുന്നത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെയ്യുന്നുള്ള വിശ്വാസമാണ് അവരവിടെ ഇരിക്കുന്നത്. ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടും. അപ്പൊ അവർ ചെയ്യട്ടെ. ചെയ്യില്ല എന്നാരും പറഞ്ഞിട്ടില്ല, ചെയ്യട്ടെ. ശരി, വളരെ നന്ദി ശ്രീ ജോഷി പ്രതികരിച്ചതിന്. ദയാവധത്തിന് അപേക്ഷ നൽകി കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷിയാണ് ഹൈക്കോടതിക്കും സർക്കാരിനും ദയാവധത്തിന് അപേക്ഷ നൽകിയത്.